നമസ്തേ. 6ാം ക്ലാസ് സംസ്കൃതം ദീപകം പാഠപുസ്തകത്തിലെ 6ാമത്തെ പാഠമാണ് സഹ ഏവ മഹാൻ ചിത്രകാരഃ. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു പാഠഭാഗം നമുക്ക് മനസ്സിലാക്കാം. ഷഷ്ഠഃ പാഠഃ സഹ ഏവ മഹാൻ ചിത്രകാരഃ. അവൻ തന്നെയാണ് മഹാനായിട്ടുള്ള ചിത്രകാരൻ. അതാണ് ഈ ഒരു പാഠത്തിന്റെ അർത്ഥം. ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഉദ്യാനസ്യ ചിത്രം ഉപരി പ്രദർശിതം. മുകളിൽ ഒരു ഉദ്യാനത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉദ്യാന ചിത്രം. ഏതത് രാഷ്ട്രപതി ഭവനസ്യ പരിസരെ വിദ്യമാനം അമൃത ഉദ്യാനം അസ്തി. ഈ ഒരു ചിത്രം രാഷ്ട്രപതി ഭവനത്തിലെ അടുത്തുള്ള പരിസരെ വിദ്യമാനം അടുത്ത് സ്ഥിതി ചെയ്യുന്ന അമൃത ഉദ്യാനം അസ്തി. അമൃത ഉദ്യാനം പേരാണ് അമൃത ഉദ്യാനം എന്നുള്ളത്. അത്ര ശതാധിക പ്രകാരകാണി പാടല പുഷ്പാണി സന്ധി. ഈ ഒരു ഉദ്യാനത്തില് ഇവിടെ അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ശതാധിക പ്രകാരാണി നൂറുകണക്കിന് വിവിധ തരത്തിലുള്ള പാടല പുഷ്പാണി റോസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. സാമാന്യതഃ പഞ്ചസഹസ്രാധികാനി ഋതുപുഷ്പാണി ച സന്തി. നോർമലി പഞ്ചസഹസ്രാധികാനി, സഹസ്രം എന്ന് വെച്ചാൽ 1000 ആണ്, പഞ്ചസഹസ്രം എന്ന് വെച്ചാൽ 5000-ലധികം ഋതു പുഷ്പാണി സീസണൽ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. രമണീയ നിസർഗ വിവിധൈഹി വർണ്ണൈഹി സർവേഷം ചിത്തം ആകർഷതി. മനോഹരമായിട്ടുള്ള ഈ ഒരു ഉദ്യാനം പലതരത്തിലുള്ള വർണ്ണങ്ങളാൽ പലതരത്തിലുള്ള പൂക്കളാൽ നമ്മളെ നന്നായിട്ട് ആകർഷിക്കുന്നു. താദൃശാനാം വർണ്ണാനാം പരിചയം അസ്മിൻ പാഠേ പ്രാപ്നുമഃ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വർണ്ണങ്ങളുടെ പരിചയമാണ് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പാഠത്തിലേക്ക് കിടക്കാം. ശിക്ഷകഃ വയം അത്ര കിം കിം പശ്യാമഃ. ശിക്ഷകൻ, അധ്യാപകൻ ഒരു കുട്ടികളെയും കൊണ്ട് ഒരു ഉദ്യാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ശിക്ഷകൻ ചോദിക്കുന്നു, വയം അത്ര കിം കിം പശ്യാമഹ, നമ്മളിവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ശ്രദ്ധ. ഒരു കുട്ടി പറയുന്നു, സർവത്ര വിവിധാനി പുഷ്പാണി ഹരിതാനി പർണാനി ഖഗാഹ ജന്തവഹ ച സന്തീതി പശ്യാമഹ. സർവത്ര എല്ലാ സ്ഥലത്തും വിവിധാനി പുഷ്പാണി പലതരത്തിലുള്ള പുഷ്പങ്ങൾ, ഹരിതാനി പർണാനി പച്ച നിറത്തിലുള്ള ഇലകള്, ഖഗാഹ ജന്തവഹ പക്ഷികള്, ഖഗാഹ പക്ഷികളാണ്, ജന്തവഹ ജന്തുക്കളാണ്, ച സന്തീതി പശ്യാമഹ പലതരത്തിലുള്ള പൂക്കളുണ്ട്, പച്ച നിറത്തിലുള്ള ഇലകളുണ്ട്, പക്ഷികളുണ്ട്, ജന്തുക്കളുണ്ട്. ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ശിക്ഷക സത്യം ഏവമേവ തേഷാം വർണ്ണാഹ അപി വിവിധാഹ യഥാ ശ്രദ്ധാ വദതി ഹരിതാനി പർണാനി ഇതി അത്ര പർണസ്യ കഹ വർണ്ണഃ. ശിക്ഷകൻ പറയാണ്, സത്യം, ശ്രദ്ധ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഏവമേവ തേഷാം വർണ്ണാഹ അപി വിവിധാഹ. അപ്പോ നേരത്തെ പറഞ്ഞ പല ഐറ്റംസും ഉണ്ട്, അതിൻ്റെയൊക്കെ വർണ്ണങ്ങൾ, അതിൻ്റെയൊക്കെ കളേഴ്സ് എന്താണ്? വിവിധാഹ, ഡിഫറെന്റ് ആണ്. യഥാ ശ്രദ്ധാ വദതി ഹരിതാനി പർണാനി ഇതി അത്ര പർണസ്യ കഹ വർണ്ണഃ. ശ്രദ്ധ ഹരിതാനി പർണാനി പച്ച നിറത്തിലുള്ള ഇലകൾ എന്ന് പറഞ്ഞു. അപ്പോ പർണസ്യ കഹ വർണ്ണഃ. അപ്പൊ പർണം എന്ന് വെച്ചാൽ ഇല, ഇലയുടെ വർണ്ണം കളർ ഏതാണ്? ഛാത്രാഹ എല്ലാ കുട്ടികളും ഒരുമിച്ച് പറയാണ്, ഹരിതഹ ഗ്രീൻ ആണ്. ശ്രദ്ധ അത്ര വൃക്ഷസ്യ ഉപരി ശുകഃ അസ്തി. ഇവിടെ വൃക്ഷത്തിന്റെ മുകളില് ഒരു പാരറ്റ് ഇരിക്കുന്നുണ്ട്. സഹ അപി ഹരിതവർണ്ണേന ശോഭത്തെ. ആ തത്തയും ഗ്രീൻ കളറായിട്ടാണ് ശോഭിക്കുന്നത്, തിളങ്ങുന്നത്. ശിക്ഷകഃ ശ്രദ്ധേ തവ ഇഷ്ടവർണ്ണഃ ഹരിതഃ ഇതി ചിന്തയാമി. അപ്പോ ശിക്ഷകൻ പറയാണ്, ശ്രദ്ധേ നിന്റെ ഇഷ്ടപ്പെട്ട കളറ് ഗ്രീൻ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത ഏവ ഹരിതവർണ്ണം ഏവ പശ്യസി ഖലു. അതുകൊണ്ട് തന്നെയല്ലേ നീ എല്ലാം പച്ച നിറത്തിലായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ പച്ചേനെ എടുത്ത് പറയുന്നത്. മേധ ആചാര്യ അത്ര കാക്കഹ അപി അസ്തി യസ്യ വർണ്ണഃ കൃഷ്ണഃ ഏവം പികസ്യ അപി വർണ്ണഃ കൃഷ്ണഃ. ഇവിടെ കാക്കയുണ്ട്, കാക്കയുടെ കളർ ഏതാണ്? കൃഷ്ണ വർണ്ണമാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാല് ബ്ലാക്ക് കളറാണ്. ഏവം പികസ്യ അപി വർണ്ണഃ കൃഷ്ണഃ. അതേപോലെ പികഹ, കാക്കഹ എന്ന് വെച്ചാൽ കാക്ക, പികഹ എന്ന് പറഞ്ഞാൽ കുയിൽ, കുയിലിന്റെ കളറും എന്ത് തന്നെയാണ്? കറുപ്പ് തന്നെയാണ്. ശിക്ഷകഃ ആം ഉത്തമം നിരീക്ഷണം ഭവത്യാഹ. ഉത്തമമായിട്ടുള്ള നിരീക്ഷണമാണ്, ഒബ്സർവേഷൻ ആണ് നിന്റെ. ഛാത്രാഹ പശ്യന്തു അത്ര പുഷ്പാണി അപി സന്തി. ഇവിടെ പൂക്കളും ഉണ്ട്. മനീഷ പശ്യതു ജപാപുഷ്പം വദതു അസ്യ വർണ്ണഃ കഹ. അപ്പൊ മനീഷയോട് പറയാണ്, അല്ലയോ മനീഷ, ഇവിടെ ചെമ്പരത്തിയും കൂടി ഉണ്ട്. ജപാപുഷ്പം പശ്യതു, ഇവിടെ ചെമ്പരത്തി ഉണ്ട്, ആ ചെമ്പരത്തി ഒന്ന് നോക്കൂ. വദതു അസ്യ വർണ്ണഃ, അപ്പൊ അതിന്റെ കളർ ഏതാണെന്ന് പറയൂ എന്ന് ശിക്ഷകൻ മനീഷോട് ചോദിക്കുന്നു. മനീഷ രക്തവർണ്ണ ആചാര്യ, റെഡ് കളറാണ് ചെമ്പരത്തി.
ശുകസ്യ ചഞ്ചുഹു അപി രക്തവർണ്ണ. പാരറ്റിന്റെ കൊക്കും റെഡ് കളറിൽ തന്നെയാണ്, രക്തവർണ്ണത്തിലാണ് ഉള്ളത്. പാട്ടല പുഷ്പം അപി രക്തവർണ്ണേന യുക്തം. റെഡ് റോസുകളും ഉണ്ട്. അപ്പോൾ റെഡ് റോസും ഏത് കളറാണ്? റെഡ് കളറിലാണ് ഉള്ളത്. ശിക്ഷക ശോഭനം ചിത്രവർണ്ണാഹ ശുകാഹ അപി അത്ര സന്ധി ഇത് ജാനന്തി കിം. അപ്പോ പഞ്ചവർണ്ണ തത്തകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാമോ? ശിക്ഷകൻ ചോദിക്കുകയാണ്. ആദിത്യ ആചാര്യ തേ കീദൃശാഹ ഭവന്തി വയം ദ്രഷ്ടും ഇച്ഛാമഹ. അപ്പോ അവ എങ്ങനത്തെ അവയുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, അവയെ കാണാനും ആഗ്രഹിക്കുന്നു എന്ന് ആദിത്യൻ പറഞ്ഞു. ശിക്ഷക താദൃശാൻ ചുകാൻ വയം പ്രായഃ ജന്തുശാലായം പശ്യാമഹ. അപ്പൊ അത്തരത്തിലുള്ള തത്തകളെ നമുക്ക് എവിടെ കാണാം? ജന്തുശാലായം, മൃഗശാലയിൽ കാണാം. തേഷാം പക്ഷാഹ നീലാഹ പീതാഹ രക്താഹ ച ഭവന്തി. അവയുടെ ചിറകുകള് നീലാഹ നീലവർണം, പീതാഹ മഞ്ഞവർണം, രക്താഹ ചുമപ്പ് വർണ്ണം ഒക്കെയാണ് ഉള്ളത്. അതാണ് പഞ്ചവർണ്ണ തത്ത. പലതരത്തിലുള്ള വർണ്ണങ്ങളുള്ള തത്തയെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അവ എവിടെ കാണാം? ജന്തുശാലയിലാണ് കാണാൻ സാധിക്കുന്നത്. മഞ്ജുളഹ ആചാര്യ പാട്ടല പുഷ്പാണി അപി വിവിധ വർണ്ണയുക്താനി ഭവന്തി. അതേപോലെ പാടല പുഷ്പം എന്ന് വെച്ചാൽ റോസ്, റോസും പലതരത്തിലുള്ള വർണ്ണങ്ങളാൽ സമ്പന്നമാണ്. മമ ഉദ്യാനെ പീതവർണ്ണാനി ശ്വേതവർണ്ണാനി നീലലോഹിതവർണ്ണാനി കേസരവർണ്ണാനി ച പാടല പുഷ്പാണി സന്തി. അപ്പോ എൻ്റെ ഉദ്യാനത്തില് പീതവർണ്ണാനി മഞ്ഞ കളറുള്ള റോസ് ഉണ്ട്, ശ്വേതവർണ്ണാനി വൈറ്റ് കളറുള്ള റോസ് ഉണ്ട്, നീലലോഹിതവർണ്ണാനി എന്ന് വെച്ചാൽ പർപ്പിൾ കളറിലുള്ള റോസും ഉണ്ട്, കേസരവർണ്ണാനി സാഫ്രോൺ കളറുള്ള റോസും ഉണ്ട് എന്ന് മഞ്ജുളഹ പറഞ്ഞു. ശിക്ഷക ഉത്തമം വളരെ നല്ലത്. പശ്യന്തു ഹംസഹ ശ്വേതഹ. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം, അരയന്നം വൈറ്റ് കളറാണ്. തഥാ അന്യേകേ ശ്വേതവർണ്ണാഹ. അപ്പൊ അതുപോലെ ഹംസത്തെ പോലെ വൈറ്റ് കളർ ആർക്കൊക്കെയാണ് ഉള്ളത്? മേധ. മേധ പറയാണ് ആചാര്യ ബകഹ ശശഹ ച. ബകഹ എന്ന് പറഞ്ഞാൽ കൊക്ക്, ശശഹ എന്ന് വെച്ചാല് മുയല്, റാബിറ്റ്. അപ്പോ അവയും വൈറ്റ് കളറിലാണ് ഉള്ളത്. തഥാ ഭവതഃ പ്രാവാരകം അപി ശ്വേതം. അതുപോലെ സാറിന്റെ കോട്ടും ഏത് കളറാണ്? പ്രാവാരകം എന്ന് വെച്ചാൽ ഓവർകോട്ടാണ്, അതും വെള്ള കളറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിക്ഷക ആം സമ്യക് സർവേ സ്വസ്യ അന്യേഷാം ച വസ്ത്രാണാം വർണ്ണാൻ അവലോകയന്തു. ശിക്ഷകൻ പറയാണ് എല്ലാവരും സ്വന്തവും മറ്റുള്ളവരുടെയും വസ്ത്രങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കൂ, എന്നിട്ട് ഏതൊക്കെയാണ് കളറുകൾ ഉള്ളത് എന്നത് മനസ്സിലാക്കൂ. മഞ്ജുളഹ ആചാര്യ ഇന്ദ്രധനുഹു തു ബഹുവർണ്ണമയം ഖലു തത്ര സപ്തവർണ്ണാഹ ഭവന്തി. ഇന്ദ്രധനു എന്ന് പറഞ്ഞാല് മഴവില്ലാണ്. ഈ മഴവില്ലും പല വർണ്ണത്തിലുള്ളതാണ്. തത്ര സപ്തവർണ്ണാഹ ഭവന്തി. അവിടെ അതില് 7 വർണ്ണങ്ങളാണ് ഉള്ളത്. ശിക്ഷക ആം സർവഹ അപി നിസർഗഃ ബഹുവർണ്ണമയഃ. എല്ലാതും നിസർഗമായിട്ടുള്ള സ്വതസിദ്ധമായിട്ട് ലഭിച്ച പല വർണ്ണങ്ങളാൽ സമ്പന്നമാണ്. തേന സംസാര സുന്ദര. ഈ പല വർണ്ണങ്ങളുള്ള കാരണം നമ്മുടെ ലോകം, ഈ ഒരു ഭൂമി സുന്ദരമാണ്. വർണ്ണേഹി ഏവ അസ്മാകം ജീവനം അഭിമനോഹരമം ഭവതി. വർണ്ണങ്ങളാൽ സമ്പന്നമായതുകൊണ്ടാണ് നമ്മുടെ ജീവനവും നമ്മുടെ ജീവിതവും മനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. തത്ര വർണ്ണയോജക ചിത്രകാര കഹ. അപ്പോൾ ഈ പ്രകൃതിക്കൊക്കെ വർണ്ണം കൊടുക്കുന്നത് ഏത് ചിത്രകാരനാണ് എന്നറിയാമോ? ഇത് ജാനന്തിക്ക് എന്ന് ശിക്ഷകൻ എല്ലാവരോടായിട്ട് ചോദിച്ചു. അപ്പൊ സർവേ എല്ലാവരും ഉറക്കെ പറയാണ് പരമേശ്വര പരമേശ്വര. അപ്പോൾ ജഗത്തിന്റെ ഈശ്വരനായിട്ടുള്ള പരമേശ്വരൻ തന്നെയാണ് ഈ പ്രകൃതിക്ക് പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊടുക്കുന്നതെന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞു. ശിക്ഷക ആം സഹ ഏവ മഹാൻ ചിത്രകാര. അദ്ദേഹം തന്നെയാണ് മഹാനായിട്ടുള്ള ചിത്രകാരൻ. ഇനി പാഠഭാഗത്തിലെ അഭ്യാസങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. ധന്യവാദാഹ.